ഇതിൽ ആക്ച്വലി ഒരു കഴിഞ്ഞ 2004 11 മാസം നവംബറിൽ ഓൾറെഡി ഇതേപോലെ വെഹിക്കിൾസ് വന്ന് അവർ ഇൻസ്പെക്ട് ചെയ്തു, സമൻസ് തന്നു. നമ്മളൊരു ഡോക്യുമെൻറ്റ്സ് എല്ലാം അന്ന് സബ്മിറ്റ് ചെയ്തിരുന്നതാണ്. ഇത് സെക്കൻഡ് ടൈമാണത്. ഇത് നമ്മുടെ അവിടുത്തെ ഗരാജിൽ വന്നു വണ്ടികളുടെ എല്ലാം ഡോക്യുമെൻറ്റ്സ് ഇത് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നൊരു റെയ്ഡ് നടന്നതാണ്. അന്ന് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു, അവരെല്ലാം വെരിഫൈ ചെയ്ത് പോയതാണ്. പക്ഷേ ഇത് കഴിഞ്ഞ നവംബറിൽ, അതായത് 2024 നവംബറിൽ, ഇത് സെക്കൻഡ് ടൈമാണത്. എൻ്റെ ഒറ്റ വാഹനമാണ്, അതായത് എൻ്റെ ലാൻഡ് ക്രൂയിസർ ഒരെണ്ണമാണ്. അത് ഞാൻ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ചെക്ക് ചെയ്തൊരു 5 വർഷമായിട്ട് ഞാൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ പഴയ ഓണേഴ്സും മിക്കവരും ഒരു 5-8-10 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പലരുടെയും പോസ്റ്റിലും കാര്യങ്ങളിലും ഈ വണ്ടിയുണ്ട്. പിന്നെ എൻ്റെ വാഹനം ഇന്നലെ മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് വന്നു, അവരുടെ പോർട്ടലിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഒതൻറ്റിസിറ്റിയും ഷാസി നമ്പറും എല്ലാം വെരിഫൈ ചെയ്ത് ഇന്നലെ തന്നെ. അപ്പോൾ അവരതിനെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കൊടുത്തു. ഇപ്പോൾ ഇന്നലെ എൻ്റെ വണ്ടി കൊണ്ടുപോയ സമയത്ത് ഇനി ഞാൻ സബ്മിറ്റ് ചെയ്ത ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് കൊണ്ടുപോയത്. പക്ഷേ എൻ്റെ ഒറ്റ വാഹനമേ ഉള്ളൂ. പക്ഷേ എൻ്റെ കെയർ ഓഫിൽ ആ വർക്ക്ഷോപ്പിൽ വന്ന വാഹനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 1, 2, 3, 4, 5, 6 വാഹനങ്ങളുണ്ട്. അതൊന്നും എൻ്റെ വാഹനങ്ങളല്ല, എൻ്റെ കെയർ ഓഫിലെ ഗറാജിൽ പണിയാൻ വന്നതാണ്. അപ്പോൾ അതാത് ഓണേഴ്സിനോട് അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും സാധനങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യാനായിട്ട് അവരാവശ്യപ്പെട്ടിട്ടുണ്ട് 10 ദിവസത്തിനുള്ളിൽ. പേഴ്സണലി ഉള്ള ഡയറക്റ്റ് സുഹൃത്തിൻ്റെയും അവരുടെ കെയർ ഓഫിലും വന്ന വാഹനങ്ങളാണ്. ഒരു 3 വാഹനം ഇവിടെ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത വാഹനമാണ്. ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത് ഇന്ത്യൻ ഇൻവോയ്സ് ഉള്ള വാഹനങ്ങൾ അതിൽ 3 തന്നെ. ബാക്കി മറ്റേ വാഹനങ്ങളും ഏകദേശം ഒരു 10-12 വർഷമായിട്ട് ഇവിടെ രജിസ്ട്രേഷനും പല ആൾക്കാരും ഒരു 20 വർഷമായിട്ട് പല ആൾക്കാർ അവിടെ ഓണർഷിപ്പിലുള്ള വാഹനങ്ങളുമാണ്. ഇതൊന്നും ഈ ഭൂട്ടാനിൽ നിന്ന് വന്നേക്കുന്ന വാഹനങ്ങളല്ല.